നമസ്കാരം. നമ്പർ 1 ആരോഗ്യ കേരളം അല്ല. എന്തിലാണ് കേരളം നമ്പർ 1 ആകുന്നത്? ആരോഗ്യത്തിലാണോ അതോ അനാരോഗ്യത്തിലാണോ എന്നതാണ് സംശയം. ആളുകളെ അതിവേഗം ബഹുദൂരം പരലോകത്തിലേക്ക് അയക്കാമെന്ന നടപടി വേഗത്തിലാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വീണ മന്ത്രി വാഴുന്ന ആരോഗ്യ വകുപ്പ്. ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതം വ്യക്തമാക്കി തരാം. അതായത് മലയാളികൾ എപ്പോഴും ശരീരശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. എന്നാൽ അതുപോലും ഈ ആരോഗ്യ കേരളത്തിൽ വിനയാകുന്ന അവസ്ഥയാണ് വരുന്നത്. ശരീരശുദ്ധിയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന മലയാളികൾ കുളത്തിലോ ആറ്റിലോ എന്തിനധികം പൈപ്പ് വെള്ളത്തിലോ ഒന്ന് കുളിച്ച പരലോകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് നാട്ടിലെ ആരോഗ്യ അവസ്ഥ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 17 പേർ മരിച്ചിട്ടും ക്രിയാത്മകമായ യാതൊരു പ്രതിരോധ നടപടികളും എടുക്കാതെ നിഷ്ക്രിയമായി നിൽക്കുകയാണ് നമ്മുടെ ഈ ആരോഗ്യ വകുപ്പ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന വായ്ത്താരി മുഴക്കുമ്പോഴാണ് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി നാടിനെ വേട്ടയാടുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 9 പേർ ചികിത്സയിലാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽ കുളത്തിൽ കുളിച്ചവരാണ് ചികിത്സ തേടിയത്. കൂട്ടത്തിൽ 17കാരനായ വിദ്യാർത്ഥിയുമുണ്ട്. ഈ കുട്ടി കഴിഞ്ഞ ദിവസം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതായ റിപ്പോർട്ടും പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് സ്വിമ്മിംഗ് പൂൾ പൂട്ടി ആരോഗ്യ വകുപ്പ് രംഗത്തെത്തിയത്. അവിടുത്തെ ജലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുവാനും ഉത്തരവിടുകയും ചെയ്തു. നീന്തൽ കുളത്തിലെ വെള്ളം നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല നിശ്ചിത അളവിൽ ക്ലോറിൻ കലർത്താനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു. പുഴകളും കുളങ്ങളും ധാരാളമുള്ള സംസ്ഥാനത്ത് സംജാതമായ പ്രത്യേക ആരോഗ്യ പ്രതിസന്ധിയെ വല്ലാത്ത ഒരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഒരു മാസത്തിനിടെ 7 പേർ രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 66 പേർക്ക് രോഗം ബാധിച്ചു എന്നാണ് ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. നെഗ്ലേറിയ ഫൗലേറിയ, അക്കാത്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ ബെർമീമ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലൂടെ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനഞ്ചിറ്റോ എൻഫൈലസോ ഉണ്ടാവുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമാണ് ഇത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച